ഹലോ ഓൾ, ഡോക്ടർ ആഷിഖാണ് ഫ്രം ബാട്ടിക്കാലിക്കറ്റ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ്. മെജോറിറ്റി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് അവരുടെ +2 കഴിഞ്ഞ് ട്രാൻസിഷൻ സമയത്ത് വളരെ ഡിഫിക്കൽട്ടായിട്ട് പറയുന്നൊരു കാര്യമാണ് എങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാമുകൾ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ എക്സാമിനുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു 8 പോയിൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 8 കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പേപ്പർ എഴുതുമ്പോൾ അത് ബെസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു 8 പോയിൻറ്റ് സ്ട്രാറ്റജിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ BDS സമയത്ത് ഒരുപാട് എക്സാമുകൾ എഴുതിയതാണ്. താങ്ക്ഫുള്ളി എല്ലാ വർഷവും അഡീഷണൽ പേപ്പർ ഇല്ലാണ്ട് നല്ലൊരു മാർക്കോട് കൂടി എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, പാസ്സാകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ യൂസ് ചെയ്ത കുറച്ച് സ്ട്രാറ്റജീസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ്. നമ്മൾ എഴുതാൻ പോകുന്ന ഫസ്റ്റ് എസ്സേ എത്രത്തോളം അടിപൊളിയായിട്ട് നമ്മൾ എഴുതുന്നു അനുസരിച്ചിട്ടാണ് ടോട്ടലി നമ്മളെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആ ഒരു ടീച്ചറിന് നമ്മളെക്കുറിച്ചുള്ള ഇംപ്രഷൻസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എഴുതുന്ന ക്വസ്റ്റ്യൻ ഏതും ആവട്ടെ, അത് വളരെ പ്രോപ്പറായിട്ട് എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ മാക്സിമം ഏരിയാസിനെ അണ്ടർലൈൻ ചെയ്തും, അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഡയഗ്രാംസ് വരച്ചും, നിങ്ങൾ മാക്സിമം ക്ലാസിഫിക്കേഷൻസ് കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, ആ ഒരു ഏരിയനെ വളരെ അടിപൊളിയായിട്ട് എഴുതി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ത്രൂ ഔട്ട് ആ പേപ്പർ നോക്കുന്ന ഫാക്കൾട്ടിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ അത് സഹായിക്കുന്നുള്ളതാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് എഴുതുന്ന ക്വസ്റ്റ്യൻ ഏറ്റവും അറിയുന്ന, നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെ എഴുതി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റായിട്ട് ചെയ്യേണ്ട ടിപ്പ്. രണ്ടാമത്തെ കാര്യം, ഓൾവേസ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്ത് എക്സാമുകൾ എഴുതാൻ വേണ്ടി നോക്കുക. ലൈക്ക് നമുക്കിപ്പോൾ കുറേ ടോപ്പിക്സ് എടുക്കുകയാണെങ്കിൽ വലിയ വലിയ ടോപ്പിക്സുകൾ നമ്മളോട് ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യാൻ നോക്കുക. ലൈക്ക് ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ക്ലിനിക്കൽ റെലവൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്ത അഡ്വാൻസസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ് ഹെഡിങ്ങോട് കൂടി നിങ്ങൾ എഴുതാൻ നോക്കുക. നമ്മൾ യൂഷ്വലി ഡെൻ്റൽ അനാട്ടമിയിലൊക്കെ നമ്മൾ ചില എസ്സേസ് ഒക്കെ കാണാറുണ്ട്, മാൻഡിബുലർ മോളാസിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് എഴുതുമ്പോൾ കുറേ വാസ്റ്റായിട്ട് വലിച്ചു വാരി എഴുതാണ്ട് ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടി നോക്കുക. അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്താണ്, അങ്ങനെ നിങ്ങൾ ഓരോ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് എഴുതുന്ന സമയത്ത് നമ്മൾ ആൻസർ നോക്കുന്ന ഫാക്കൾട്ടിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിനെ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, ആൾവേസ് റൈറ്റ് വാട്ട് യു നോ മോസ്റ്റ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ ആദ്യം എഴുതുക എന്നുള്ളത്. ഇപ്പോൾ ഒരു അനാട്ടമിയിലേക്ക് ഒരു എസ്സേ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ മാൻഡിബുലർ നെർവിനെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ആ മാൻഡിബുലർ നെർവിൽ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചതും ഏറ്റവും നിങ്ങൾക്ക് കൂടുതലായിട്ട് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്ന കാര്യം ആദ്യം തന്നെ എഴുതുക. അത് എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഒരു എസ്സേ ചോദിക്കുകയാണ്, ഇപ്പോൾ ഫാക്കൾട്ടി നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു എസ്സേ ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നതാണ് ആദ്യം തന്നെ എഴുതുന്ന സമയത്ത് ആ പേപ്പർ നോക്കുന്ന ഫാക്കൾട്ടിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. ഈ കുട്ടിക്ക് ഈ കാര്യം അറിയാം, ഈ ഒരു ഏരിയനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ടെക്നിക്ക് ഞാൻ വളരെ റെഗുലർലി യൂസ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിലൊക്കെ. എനിക്ക് അറിയുന്ന ടോപ്പിക്കിന് ഞാൻ ആദ്യം തന്നെ എഴുതും, അത് നല്ല രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഫാക്കൾട്ടിക്ക് നിങ്ങളോടുള്ള ഒരു മെത്തേഡ് എന്ത് ചെയ്യും, കുറച്ച് ഡിഫറെൻ്റ് ആവും. നിങ്ങൾക്ക് ഹൈ സ്കോറിങ് മാർക്കുകൾ പ്രൊവൈഡ് ചെയ്യാൻ അത് സഹായിക്കുന്നുള്ളതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടോപ്പിക്കിൽ സബ് ടോപ്പിക് ഉണ്ടാവും, ആ സബ് ടോപ്പിക്കിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അറിയുന്ന ടോപ്പിക്കിന് ആദ്യം എഴുതി അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. നാലാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്, ഡ്രോ. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളെ ആൻസർ ഷീറ്റിൽ ഫിഗേഴ്സ് വരയ്ക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം ഫിഗേഴ്സ് ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ടൂത്തിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ആംഗിൾസ്, ഇപ്പോൾ ഡിസ്റ്റൽ സർഫസ്, മീഷ്യൽ സർഫസ്, ബക്കൽ ആസ്പെക്റ്റ്, അങ്ങനെ കുറേ രീതിയിലുള്ള ഏരിയാസ് ഉണ്ട്. അത് നിങ്ങൾ കുറേ തിയറി വലിച്ചു വാരി എഴുതുന്നേക്കാൾ നല്ലത് നിങ്ങൾ ആ ഒരു സർഫസ് വരച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാൻ നോക്കുക. മാർക്ക് ചെയ്ത വളരെ റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതി കൊടുക്കുക. നിങ്ങൾ സ്റ്റാൻഡേർഡ് ബുക്കൊക്കെ റെഫർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് മനസ്സിലാവും, വീലേഴ്സിലൊക്കെ ഓരോ ആസ്പെക്റ്റിൻ്റെ എത്രത്തോളം ഫിഗേഴ്സ് ഉണ്ട്. ഞാൻ ഡെൻ്റൽ അനാട്ടമി മാത്രമാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. വീലേഴ്സിൻ്റെ ഒക്കെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ഫിഗേഴ്സ് അവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ ഷീറ്റിൽ അങ്ങനത്തെ ഫിഗേഴ്സ് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുക. ഇങ്ങനെ ഫിഗേഴ്സ് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കുറേ ആൻസർ ഷീറ്റിൽ കുറേ ആൻസർ എഴുതിയ പോലത്തെ ഒരു ഫീലിംഗും നമുക്ക് കിട്ടും. അത് ഡെഫിനറ്റ്ലി ഫാക്കൾട്ടിക്ക് ഒരു ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുള്ളതാണ്. സോ ഓൾവേസ് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെ മെഡിക്കൽ സബ്ജക്ട്സ് മോർ ടു വിഷ്വലൈസേഷൻ ആണ്. നിങ്ങൾ കുറേ തിയറി വാരി വലിച്ച് എഴുതി കഴിഞ്ഞാൽ ഫാക്കൾട്ടിക്ക് മനസ്സിലാവില്ല. അപ്പോൾ സോ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഫിഗേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളെ ആൻസർ ഷീറ്റിനെ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. അഞ്ചാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്, ഓൾവേസ് റൈറ്റ് ആസ് എ ഫ്ലോ ചാർട്ട്സ്. ഇപ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഫിസിയോളജിയിലൊക്കെ നോക്കുകയാണെങ്കിൽ BP റെഗുലേഷൻസ്, ഇപ്പോൾ നമ്മളെ ബയോകെമിസ്ട്രിയിലൊക്കെ ബീറ്റ ഓക്സിഡേഷൻസ്, അങ്ങനത്തെ ഒക്കെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലോ ചാർട്ട് ആയിട്ട് എഴുതി അതിൽ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് മാർക്ക് ചെയ്ത് അതിൻ്റെ അടിയിൽ നിങ്ങൾ തിയറി എഴുതി കഴിയാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് വലിയ ടോപ്പിക്കുകളൊക്കെ ഷോർട്ട് ഡൗൺ ചെയ്യുക, ഫ്ലോ ചാർട്ടായിട്ട് ഷോർട്ട് ഡൗൺ ചെയ്യുക.
ചെയ്യുക. നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്കൊക്കെ റെഫർ ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് കുറേ ഫ്ലോ ചാർട്ടുകൾ കാണാൻ പറ്റും. വലിയ ടോപ്പിക്കാണെന്ന് കരുതി നമ്മൾ ഫ്ലോ ചാർട്ടുകളൊക്കെ അവോയ്ഡ് ചെയ്യും. ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലോ ചാർട്ടുകൾ പഠിച്ച് ആ ഫ്ലോ ചാർട്ട് ബേസ് ചെയ്ത് നിങ്ങൾ തിയറി എഴുതാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല മാർക്ക് നിങ്ങൾക്ക് ആ ഫ്ലോ ചാർട്ട് ബേസ് ചെയ്ത് തന്നെ കിട്ടും എന്നുള്ളതാണ്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു ഫാക്കൾട്ടീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി അവർ ആൻസർ ഷീറ്റ് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ കുട്ടി ഫ്ലോ ചാർട്ട് എഴുതിയിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അടിയത്തെ കണ്ടന്റിലൊന്നും അത്ര വാല്യൂ കൊടുക്കില്ല. ഈ ഒരു ഫ്ലോ ചാർട്ട് കാണുമ്പോൾ തന്നെ അവർക്ക് ഈ കുട്ടിക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഡ്രോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. 7th പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ എല്ലാ ഇതിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മാക്സിമം ബോക്സസ് ആൻഡ് ക്ലൗഡ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക എന്നുള്ളത്. അതിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചെറിയ ഒരു എസ്സേ ഒക്കെ എടുത്ത് നിങ്ങളൊരു ഷോർട്ട് നോട്ടൊക്കെ എഴുതുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഷോർട്ട് നോട്ടിനെ കുറിച്ച് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ മാർക്ക് ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഫാക്കൾട്ടിക്ക് വളരെ ഈസിലി ആ ഒരു ഏരിയ സ്ട്രൈക്ക് ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ അതേപോലെ അതിൽ എഴുതി വെച്ച് അത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫാക്കൾട്ടിക്ക് മനസ്സിലാവും നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു ഇതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഫാക്കൾട്ടിക്ക് നല്ല മാർക്ക് തരാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ മാക്സിമം അണ്ടർലൈനിങ്, നല്ല രീതിയിൽ ക്ലൗഡിങ് പോലെ നല്ല രീതിയിൽ അത് മരച്ചു വെക്കുക, അല്ലെങ്കിൽ ബോക്സസ് ക്രിയേറ്റ് ചെയ്യുക. ഈ കാര്യത്തിനൊക്കെ വളരെ നല്ല റോൾ ഉണ്ട് എന്നുള്ളതാണ്. 7th ആയിട്ട് പറയാനുള്ള കാര്യം ടൈം മാനേജ്മെൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടൈം മാനേജ്മെൻ്റ് ആണ്. കാരണം നമുക്ക് കുറേ എസ്സേ എഴുതാനുണ്ടാവും, നമുക്ക് കുറേ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ടാവും, അത് റിവേഴ്സ് ചെയ്ത് നമ്മൾ എസ്സേ എഴുതണം. ആ സമയത്തൊക്കെ നമ്മൾ ടൈമിലി കൺസ്ട്രെയിൻ ആവും. നമ്മൾ എഴുതി തുടങ്ങുന്ന സമയത്ത് നമ്മൾ വളരെ വാരി വലിച്ച് എഴുതും, ലാസ്റ്റൊക്കെ എത്തുമ്പോൾ നമുക്ക് കുറേ ഷോർട്ട് നോട്ടുകളൊക്കെ വളരെ ലിമിറ്റഡ് ആയ സമയം കൊണ്ട് എഴുതാണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എവരി 30 മിനിറ്റ്സിൽ നിങ്ങളെ ക്ലോക്കോ അല്ലെങ്കിൽ നിങ്ങളെ വാച്ചോ നോക്കുക, എന്നിട്ട് സമയം എത്രത്തോളം നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. കുറച്ചുകൂടി വൈസ്ലി തിങ്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടാണ് എഴുതേണ്ടത് അതോ എസ്സേ എഴുതി കൂടുതൽ മാർക്ക് മേടിക്കുകയാണോ വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഫൈനലായിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് വെക്കുക. അത് ബേസ് ചെയ്തിട്ട് തന്നെയാവും ഫാക്കൾട്ടീസിൻ്റെ മാർക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കുറേ ചറപറ എഴുതി വളരെ കൺജസ്റ്റഡ് ആയിട്ട് കുറേ പാരഗ്രാഫുകൾ എഴുതുന്നതൊക്കെ നല്ലത് സമയം വിട്ട് അണ്ടർലൈനിങ് ചെയ്ത് അത് ബോക്സൊക്കെ ആക്കി കുറച്ച് സമയമൊക്കെ വിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി പേപ്പർ നോക്കുന്ന ആൾക്കൊരു എന്തുണ്ടാവും, ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ആവും. സോ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി നിങ്ങൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് എത്രത്തോളം ഐഡിയ ഉണ്ട് എന്നുള്ളതല്ല അവിടെ നിങ്ങൾ കാണിക്കേണ്ടത്. നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിങ്ങളുടെ ഐഡിയാസ് എങ്ങനെ നിങ്ങളത് പേപ്പറിലോട്ട് ആക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല, പേപ്പറിൽ എഴുതുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ക്ലിനിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിനെയൊക്കെ മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുക. കുറേ വലിച്ചു വാരി എഴുതുന്നതിലുപരിയായിട്ട് കുറച്ചും കൂടി ഡ്രോയിങ്സും അതുപോലെ തന്നെ അണ്ടർലൈനിങ്ങും നല്ല ഹാൻഡ് റൈറ്റിങ്ങോട് കൂടിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമുകൾ എഴുതുക. ഓൾ ദി ബെസ്റ്റ്.